Hi guys, ഞാൻ RJ Simi. ഞാൻ RJ Sudhi. And welcome to another episode of LMR on the Streets. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇൽഫോർഡ് എന്ന ലണ്ടനിലെ ഒരു മലയാളികളുടെ പ്രസ്ഥാനത്താണ്. അതായത് നാട്ടിൽ നിന്ന് UK ലണ്ടനിലോട്ട് വന്നു കഴിഞ്ഞാൽ അതാണ്ട് ഈ സ്ഥലത്താണ് എല്ലാവരും വന്നതെന്നാണ് വിചാരം. നമ്മുടെ ബാംഗ്ലൂരിലെ മടിവാളയൊക്കെ പോലെ. So right now we're inside Cineworld, ഇൽഫോർഡിലുള്ള സിനിവേൾഡിന് അകത്താണ്. Today is a very special day for Malayalam cinema history. ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ നോവൽ 2008 റിലീസായത്. അത് അന്നത്തെ കാലത്ത് തന്നെ ഫേമസ് ആയിട്ട് 2.5 ലക്ഷം കോപ്പീസൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല. അല്ല, ചേച്ചി വായിച്ചിട്ടുണ്ടോ? ഞാൻ പിന്നെ സിനിമ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പുസ്തകത്തിൽ ചിത്രങ്ങളില്ലല്ലോ. ശരി എന്നാ. അതേപോലെ തന്നെ 2009 രാജുവേട്ടൻ ഇതിന് ഓക്കെ പറയുന്നത്. അപ്പോൾ അന്ന് 2009 അന്ന് തൊട്ടിട്ട് 10 വർഷം എടുത്തു ഇതിന് സ്ക്രിപ്റ്റിംഗ് മാത്രം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ മൊത്തം 15 വർഷം എടുത്തു ഈ മൊത്തം സിനിമ ഉണ്ടായിട്ട് കോവിഡൊക്കെ വന്ന ഇടയിൽ 6 വർഷം അതിൻ്റെ ഷൂട്ടിംഗ് മാത്രമായിട്ട് 6 വർഷത്തിൻ്റെ ഇടയിൽ കോവിഡൊക്കെ വന്ന് അതിൻ്റെ ഒബ്സ്റ്റാക്കിളൊക്കെ കണ്ടിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ എന്ത് എഫേർട്ട് ഇട്ട് 96 കിലോസ് വരെ പോയിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് 69 കിലോസ് ആക്കി. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി പാസ് ഔട്ട് വരെ ആയി ഷൂട്ടിൻ്റെ ഇടയ്ക്ക്. മാത്രമല്ല ഈ സിനിമയിൽ തന്നെയല്ലേ VFX വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്റ്റഫർ നോളൻ അതായത് ഒരു സ്നേക്കിൻ്റെ ഒരു സ്നേക്ക് അല്ല ഒറിജിനൽ ആയിട്ടുള്ളൂ. അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 6 ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു സ്നേക്ക് ഒറിജിനലാണ്, മനസ്സിലാവും. അങ്ങനെ പലവിധ നാച്ചുറാലിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ആൾക്കാരുടെ റിവ്യൂ ഒന്ന് കേൾക്കാം. ബായോ. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആണോ? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ആണോ? ഔട്ട് ഓഫ് 10 റേറ്റിംഗ് 8.5. Okay, Nice, okay. nice. Thank you. How was the movie? അടിപൊളിയാണ്. Excuse me. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ അടിപൊളിയാണോ? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവി. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ആണോ? Excuse me. Hi. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഔട്ട് ഓഫ് 10 റേറ്റിംഗ് ആണോ? Okay. Great. Thank you. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല റേറ്റിംഗ് എത്ര കൊടുക്കും? 10 ഒരു 9 കൊടുക്കാം. ആണോ? ഓക്കെ. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ആണോ? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. റേറ്റിംഗ് എത്ര കൊടുക്കും? 10 കൊടുക്കും. നിങ്ങൾ ഇതിന്റെ നോവൽ വായിച്ചിട്ടുണ്ടോ? നോവൽ വായിച്ചിട്ടില്ല. കഥ പറഞ്ഞ പുള്ളി കഥ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ചിത്രമില്ല അല്ലേ? നോവലിൽ ചിത്രമില്ല. നോവലിന്റെ ഇല്ല, പക്ഷേ പറഞ്ഞ എനിക്കറിയാം. അടിപൊളി ആ സീൻ അതേപോലെ വിഷ്വലൈസ് ചെയ്ത പോലെ എനിക്ക് ഒരു മാറ്റമില്ല. കുറച്ച് ആടുമായിട്ടുള്ള കുറച്ച് സീനുകൾ നോവലിൽ അതിന്റെ ഇത്രയും കാണിക്കാൻ പറ്റും. ആണോ? Wow. താങ്ക് യു. So highly recommend, yeah? Okay. Thank you. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളിയോടായിരുന്നു. ആണോ? റേറ്റിംഗ് എത്ര കൊടുക്കും? 10 കൊടുക്കാം. ആണോ? നോവൽ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ ആണോ? എങ്ങനെയുണ്ടായിരുന്നു? 10 എത്ര കൊടുക്കും റേറ്റിംഗ്? 10 ഒരു 8.5 ഉള്ള ഒരു റേറ്റിംഗ് കൊടുക്കാം. ആണോ? 15 വർഷത്തെ കഷ്ടമാണ്. ഒരു സ്ലോ പേസ് പടം പോലെ വന്നു. എന്നാലും പിന്നെ നമുക്ക് ആ ഒരു 15 വർഷത്തെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ കാണിച്ചു. ഉറപ്പായിട്ടും നല്ലതാണ്. നിങ്ങൾ നോവൽ വായിച്ചിട്ടുണ്ടോ? So director പറഞ്ഞോ. Okay. താങ്ക് യു. Thank you so much. നല്ല പടമായിരുന്നു. ആണോ? എത്ര റേറ്റിംഗ് കൊടുക്കും? 10? 8.5 കൊടുക്കും. ആണോ? എല്ലാം ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ്? കാരണം ഒരു ജീവിതം തന്നെയാണ്. ഓ പറഞ്ഞോ? പടം അടിപൊളിയായിരുന്നു. ആണോ? ഇറങ്ങിയപ്പോൾ തന്നെ കറങ്ങിയിട്ടാണ് ഇറങ്ങിയത് എല്ലാവരും. പിന്നെ ശരിക്കും മലയാള സിനിമയിൽ പോവുകയാണെങ്കിൽ ആർജവത്തിന് മുന്നേയും ശേഷം വെറുതെ ലാഗ് അടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു ലാഗും ആണോ? അതിലും വായിച്ചവർക്കാണെങ്കിൽ വായിച്ചിട്ടുണ്ടോ? നോവൽ വായിച്ചിട്ടുണ്ടോ? കറക്റ്റായിട്ട് അതുപോലെ കറക്റ്റായിട്ട് സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ആണോ? ഇഷ്ടപ്പെട്ട? ഓക്കെ. താങ്ക് യു സോ മച്ച്. ബ്രോ, ലൈക്ക് സിനിമ എങ്ങനെയുണ്ടായിരുന്നു? എന്താ പറയാ, ഫീലൊന്നും വരെ മാറിയിട്ടില്ല. ആണോ? അതിന്റെ ഹാങ് ഓവർ ആണല്ലേ? ഹാങ് ഓവറില്ല. ലാഗ് ഒന്നും ഇല്ലല്ലോ സിനിമ? ലാഗ് ഒരു 4 വട്ടം 10 വട്ടം കാണാറുണ്ട്. അയ്യോ. ഇതിനു മുന്നേ നോവൽ വായിച്ചിട്ടുണ്ടോ? പിന്നെ ആണോ? ഇവിടെ ഇറങ്ങിയ സമയത്ത് നോവൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ. പറഞ്ഞിട്ട് പോയാൽ മതി. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല പടം. ആണോ? ഒന്നുകൂടെ കാണാനുണ്ടോ? കാണാം, നമുക്ക് അതേ ഓൾറെഡി അറിയാമല്ലോ. ഓക്കെ. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ഫിലിമായിരുന്നു. നല്ല മേക്കിംഗ് ആയിരുന്നു. എന്തായാലും നാഷണൽ അവാർഡ് ഷോറാണ്. അയ്യോ. ഓസ്കാറിൽ നോമിനേഷൻ എന്തായാലും കിട്ടേണ്ടതാണ്. നോവൽ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? കറക്റ്റ്. ചില ഭാഗങ്ങൾ നോവലിൻ്റെ പോലെയല്ല. ഓക്കെ.
ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ് മൂവി. നോവലിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ തീം ഒന്നാണ്, ബട്ട് സ്റ്റിൽ ചില ഭാഗങ്ങൾ നോവലിൽ വായിച്ചതൊന്നും ഫിലിമിൽ കണ്ടിട്ടില്ല. സ്റ്റിൽ നല്ല മേക്കിംഗ്. റേറ്റിംഗ് എത്ര കൊടുക്കും 10-ന്? ഒരു നോവൽ വായിച്ച സ്ഥിതിക്ക്. നോവൽ വായിച്ചത് നമുക്ക് ഫിലിമിലാണല്ലോ കൂടുതൽ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്കൊരു 9.5 കൊടുക്കാം. നല്ല മേക്കിംഗ് ആണ്, അടിപൊളിയാണ്, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ്. നിങ്ങൾ കൊടുത്ത റേറ്റിംഗ് ആക്ച്വലി കോമൺ ആണ്. ഹായ്, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ ഇമോഷണൽ ആയിരുന്നു, പക്ഷെ എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ ലാഗ് ഉണ്ടായിരുന്നു. ആണോ? നല്ല ലാഗ് ഉണ്ടായിരുന്നു. റേറ്റിംഗ് എത്ര കൊടുക്കും 10-ല്? 10-ന് ഒബ്വിയസ്ലി 9.5 കൊടുക്കും, പക്ഷെ പക്ഷെ ലാഗ് ഉണ്ടായിരുന്നു. നമുക്കറിയാം സ്റ്റോറി അറിയണോണ്ട് നമ്മളത് കംപ്ലീറ്റ് നോവൽ വായിച്ചിട്ടുണ്ടോ? അതെ അതുകൊണ്ട് മാത്രം നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. അതർവൈസ് ലൈക്ക് നമുക്ക് ഫീൽ ചെയ്യില്ലേ ഇതെന്തത് കഴിയാത്ത അങ്ങനെ. സ്റ്റോറി അറിയണോണ്ട് നമുക്ക് അറിയാലോ ഇതാണ് വരുന്നതെന്ന് അറിയണോണ്ട്. വേറെ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുമോ? ഒബ്വിയസ്ലി എന്തായാലും ചെയ്യും. കാത്തിരുന്ന സിനിമയല്ലേ, ഇത്രയും ക്രൂവിന്റെ എഫേർട്ടും ടീമും ഒക്കെ അടിപൊളിയാണ്. രാജ് പറയാൻ So video will be on London Malayalam Radio's Instagram channel. Please check us out. Thank you so much.